ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന ഒരു രാത്രി. ആ രാത്രിയുടെ ഇരുട്ടിന് അന്ന് കട്ടി കൂടുതലായിരുന്നു. ചെമ്മണ്ണൂർ തറവാടിന്റെ തട്ടിൻപുറത്ത് രണ്ട് നിഴൽ രൂപങ്ങൾ ആ രാത്രി പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ദാസും കൂട്ടുകാരൻ ജോമോനും. മൂടൽമഞ്ഞിന്റെ കുളിർ പെയ്യുന്ന ആ രാത്രിയിലും ദാസിന്റെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരുന്നു. ദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാളരാത്രിയായിരുന്നു അത്. ഒരു സിനിമാ നടനാവുക എന്നതായിരുന്നു ദാസിന്റെ മോഹം. അതിനായി കുറെ അലഞ്ഞു നടന്നു. പലരോടും ചാൻസ് ചോദിച്ചു. ചില ചെറിയ വേഷമൊക്കെ കിട്ടി. പക്ഷേ ശ്രദ്ധിക്കപ്പെടാനായില്ല. വീട് നോക്കാതെ സിനിമയിൽ ചാൻസ് ചോദിച്ചു നടക്കുന്നവൻ എന്നൊരു ചീത്തപ്പേരാണ് അവൻ ആകെ സമ്പാദിച്ചത്. അതിനിടെ ചേച്ചിയുടെ കല്യാണം. വലിയ ഒരു തുക ബ്ലേഡ് പലിശക്കെടുത്താണ് കല്യാണം നടത്തിയത്. അതും നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പലിശക്കാരൻ കില്ലർ ഷാജിയുടെ കയ്യിൽ നിന്ന്. ആദ്യമൊക്കെ കുറേശ്ശെ തിരിച്ചടച്ചു. പിന്നെ പലിശ മുടങ്ങി. വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. ഒടുക്കം നിലയില്ലാത്ത കടത്തിലേക്ക് മുങ്ങിത്താഴുന്ന അവസ്ഥ. 30 ലക്ഷത്തിലധികം കടം. ദാസന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമുണ്ട്. ഇതുവരെ അവരെ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷേ ഇനിയങ്ങോട്ട് കാര്യങ്ങൾ മാറിമറിയും. നാളെ മുതൽ കില്ലർ ഷാജി വീട്ടിൽ കയറിയിറങ്ങും. അയാൾ തനിക്ക് തന്ന അവസാന അവധിയും ഇന്ന് കഴിയുകയാണ്. ഓർക്കുമ്പോൾ ദാസിന് തല പൊളിയുന്നത് പോലെ തോന്നി. ഇനി അയാൾ വരാനൊന്നും പോകുന്നില്ല. നമുക്ക് പോയാലോ? അരികിൽ ജോമോന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ദാസ് കണ്ണു തുറന്നത്. ദാസിന്റെ ബാല്യകാല സുഹൃത്താണ് ജോമോൻ. സന്തത സഹചാരി. ജന്മനായുള്ള ബുദ്ധിയില്ലായ്മയും പാരമ്പര്യമായി കിട്ടിയ മണ്ടത്തരവും ഒഴിച്ചു നിർത്തിയാൽ ജോമോൻ ആള് ബ്രില്യൻ്റ് ആണ്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള പദ്ധതികളായിരുന്നു അവന്റെ കൈമുതൽ. ദാസിനെ കുഴിയിൽ ചാടിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കു പിന്നിലും ജോമോന്റെ ഒരു അദൃശ്യകാരമുണ്ട്. പ്രത്യക്ഷത്തിൽ ബുദ്ധിപരമെന്ന് തോന്നിപ്പിക്കുന്ന ജോമോന്റെ ഐഡിയെല്ലാം അവസാനം 8 നിലയിൽ പൊട്ടുകയാണ് പതിവ്. ഒരു നായകനാകാനുള്ള എല്ലാ കഴിവും ദാസനുണ്ട് എന്ന് പറഞ്ഞ് അവനെ സകലമാന സിനിമാ സെറ്റിലും കൊണ്ടു നടന്നിരുന്നത് ജോമോനാണ്. എടാ, ഇങ്ങനെ ഇവിടെ പതുങ്ങിയിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് അടുത്ത എന്തെങ്കിലും വഴി നോക്കാം. എന്തു വഴി? കില്ലർ ഷാജിയുടെ കയ്യിൽപ്പെട്ട അയാൾ കയ്യോ കാലോ വെട്ടും. പിന്നെ വികലാംഗ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കേണ്ടി വരും. ദാസ് നിരാശയോടെ പറഞ്ഞു. അളിയാ, നീ വിഷമിക്കണ്ട. സർക്കാർ ഇപ്പോ പെൻഷൻ കാശൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നാ കേട്ടെ. ജോമോൻ ദാസിനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. പോടാ തെണ്ടി. ജോമോന്റെ സംസാരം കേട്ടപ്പോൾ ദാസിന് ദേഷ്യം വന്നു. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയുമില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുവാടാ. നാളെ വിജയകുമാർ സാറിന്റെ പടത്തിന്റെ ഓഡിഷനാ. ഞാൻ ചെല്ലുംന്ന് ആ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് വാക്ക് കൊടുത്തതാ. അത് സാരമില്ല, ബാക്കിലൂടെ പാസിംഗ് പോവാനല്ലേ. നീ ചെന്നില്ലേലും അവർ വേറെ ആരെങ്കിലും നടത്തിക്കോളും. ജോമോൻ എണീറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നതിനിടയിൽ പറഞ്ഞു. ദേ, ഒരുമാതിരി വർത്താനം പറയരുത്. ഹീറോയുടെ തൊട്ട് താഴെയുള്ള വേഷം ചെയ്യാനാ എന്നെ വിളിച്ചേ, നിനക്കറിയോ? ഓ ശരി, വിശ്വസിച്ചു. ഇതൊരു പഴയ വീടല്ലേ? വല്ല പുരാവസ്തുക്കളോ നിധികുംഭമോ ഒക്കെ ഇവിടെ എവിടെയെങ്കിലും കാണും. നമുക്കൊന്ന് നോക്കിയാലോ? പെട്ടെന്ന് പുറത്തൊരു ജീപ്പ് വരുന്ന ശബ്ദം കേട്ട് ഇരുവരും ഭീതിയോടെ പരസ്പരം നോക്കി. കില്ലർ ഷാജിയുടെ ജീപ്പല്ലേ അത്? ജോമോൻ പേടിയോടെ ചോദിച്ചു. മിണ്ടാതെ ഇവിടെ വന്നിരിയടാ. ദാസ് ജോമോനെ വലിച്ചടുത്തേക്കിരുത്തി. ജീപ്പ് റോഡിലൂടെ പാഞ്ഞുപോയി. അപ്പോൾ മാത്രമാണ് ഇരുവരും ശ്വാസം വിട്ടത്. ഹോ, അത് ഷാജിയുടെ ജീപ്പല്ല. ജോമോൻ എണീറ്റ് അവിടെ മാകെ ഒന്ന് പരതാൻ തുടങ്ങി. അവിടെ മാകെ ആക്രി സാധനങ്ങൾ കൂടിക്കിടന്നിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആരോ ഉപയോഗിച്ചുപേക്ഷിച്ച കുറേയധികം വസ്തുക്കൾ. ജോമോൻ ഒന്നൊന്നായി എടുത്തു നോക്കി. എടാ, ശബ്ദം ഉണ്ടാക്കാതെടാ. നമ്മളിവിടെ ഒളിച്ചിരിക്കാൻ വന്നതല്ലേ. ഇവിടെ സമാധാനം തരില്ല, നാശം. ദാസ് ജോമോനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ആ സാധനങ്ങൾക്കിടയിൽ നിന്ന് ജോമോൻ ഒരു പഴയ പച്ച നിറത്തിലുള്ള റോട്ടറി ഫോൺ കണ്ടെത്തി. ഉപയോഗശൂന്യമെങ്കിലും കാഴ്ചയിൽ നന്നായിരുന്നു അത്. ആ അരണ്ട വെളിച്ചത്തിലും അതിനൊരു തിളക്കം തോന്നിയിരുന്നു. എടാ, ഇത് നോക്ക്. ഇതൊരു ആന്റിക് പീസാണ്. ഇത് കൊടുത്താ നമുക്കൊരു 2000 രൂപയെങ്കിലും കിട്ടും. 1 മാസത്തെ പലിശ കൊടുക്കാം. ജോമോൻ പറഞ്ഞത് കേട്ട് ദാസ് ആ ഫോണിലേക്ക് നോക്കി. അതിന്റെ റിസീവറിന്റെ വയർ കട്ടായി കിടക്കുവാടാ. ഇതൊക്കെ ആര് വാങ്ങാനാ? അവിടെ എങ്ങാനും കള. ദാസ് അങ്ങനെ പറഞ്ഞെങ്കിലും ജോമോന് അത് കളയാൻ മനസ്സ് വന്നില്ല. അവൻ ആ ഫോൺ അരികിലായി വെച്ചു. എടാ, വിശക്കുന്നടാ. കയ്യില് ചില്ലറ വല്ലതുണ്ടോ? തട്ടുദോശ കഴിക്കാൻ? ജോമോൻ ദാസിനോട് ചോദിച്ചു. തൽക്കാലം ആ ജനലിന്റെ അടുത്തേക്ക് പോയി കുറച്ച് വായു വലിച്ചു കയറ്റി.
അത് കേട്ടതും ജോമോൻ എന്തോ പിറുപിറുത്തു. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, 9 മണി ആവാറായി. ഇനി അയാൾ വരാനൊന്നും പോകുന്നില്ല. വാ, വീട്ടിലേക്ക് പോവാം. ഇപ്പൊ ചെന്നാ വീട്ടിൽ നിന്ന് കഞ്ഞിയെങ്കിലും കിട്ടും, ജോമോൻ പറഞ്ഞു. പിന്നെ മിനിഞ്ഞാന്ന് അയാളെന്നെ തപ്പി വന്നത് 10 മണി കഴിഞ്ഞപ്പോഴാ. അയാൾക്ക് രാത്രിയുമില്ല പകലുമില്ല. ദൈവമേ, അപ്പൊ ഇന്നും പട്ടിണി. ഈ ഫോണ് പണ്ട് അലാവുദ്ദീന് കിട്ടിയ പോലെ വല്ല അത്ഭുത വിളക്കുമായിരുന്നെങ്കിൽ ആ ഭൂതത്തിനോട് ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുതരാൻ പറയായിരുന്നു. അതും പറഞ്ഞ് ജോമോൻ അവനടുത്തേക്കിരുന്നു. അല്പനേരം അവർക്കിടയിൽ ഒരു നിശബ്ദത പരന്നു. ദാസ് വാച്ചിലെ സൂചിയിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. മിനിറ്റ് സൂചി പതിയെ നടന്ന് 12 കയറുന്നു. സമയം രാത്രി കൃത്യം 9 മണി. പെട്ടെന്ന് ജോമോൻ നേരത്തെ എടുത്തു വെച്ച ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. ഒരു നിമിഷം ദാസും ജോമോനും നടുങ്ങിപ്പോയി. ഇരുവരും ഭീതിയോടെ ആ ഫോണിലേക്ക് നോക്കി. എടാ ജോമോനെ, വയറും കണക്ഷനും ഒന്നുമില്ലാതെ ഇതിലെങ്ങനാടാ കോള് വരുന്നേ? ദാസ് ഭീതിയോടെ ജോമോനെ നോക്കി. ഇത് ശരിക്കും വല്ല ബാധ കൂടിയതുമാണോടാ? ശബ്ദം കേട്ട് ആരെങ്കിലും വരുന്നതിന് മുന്നേ അതൊന്ന് ഓഫ് ചെയ്യേ. ഇതെങ്ങനെ ഓഫ് ചെയ്യാനാ? നീ കോൾ എടുക്ക്, ജോമോൻ ഭീതിയോടെ പറഞ്ഞു. മറ്റു മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് ജോമോൻ ഫോൺ എടുത്തു. അതോടെ ഫോണിന്റെ റിംഗ് നിന്നു. എന്നാൽ മറുപുറത്തു നിന്നും ദാസ് അവന്റെ തന്നെ ശബ്ദം കേട്ടു. ഹലോ ദാസ്, ഇത് ഞാനാണ്, നാളത്തെ ദാസ്. ഒരു നിമിഷം ദാസ് ഒന്ന് അമ്പരന്നു. അവൻ ജോമോനെ നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജോമോനും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഹലോ, ഇതാരാണെന്നാ പറഞ്ഞേ? കേട്ടതൊന്നുകൂടി ഉറപ്പിക്കാനായി ദാസ് അമ്പരപ്പോടെ ചോദിച്ചു. അപ്പോൾ മറുതലക്കൽ നിന്നും മുന്നേ കേട്ട അതേ ശബ്ദം ഒരിക്കൽ കൂടി കേട്ടു. അവന്റെ തന്നെ ശബ്ദത്തിൽ. ഞാൻ നാളത്തെ ദാസാണ്. നാളത്തെ ദാസോ? അതെ, നിന്നെക്കാൾ ഒരു ദിവസം മുന്നേ ജീവിക്കുന്നവൻ. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അതുകൂടി കേട്ടപ്പോൾ ദാസിന്റെ ആകാംക്ഷ വർദ്ധിച്ചു. നാളെ എന്ത് നടക്കുംന്നാ? അതിന്റെ മറുപടിയായി ഫോണിൽ നിന്നും വീണ്ടും ശബ്ദം കേട്ടു തുടങ്ങി. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. KW 527791 കാരുണ്യ ബമ്പർ. ഈ ടിക്കറ്റിനാണ് നാളത്തെ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം കിട്ടാൻ പോകുന്നത്. അയാൾ പറഞ്ഞത് കേട്ട് ദാസിന്റെ നെറ്റി ചുളിഞ്ഞു. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? നിനക്കിനിയും സമയം ബാക്കിയുണ്ട്. ചെറായി ബീച്ചിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു വൃദ്ധയുടെ കയ്യിലാണ് ഈ ടിക്കറ്റ് ഇപ്പോൾ ഉള്ളത്. മറക്കണ്ട. ടിക്കറ്റ് നമ്പർ KW 527791. നാളെ ഇതേ സമയത്ത് ഞാൻ നിന്നെ വീണ്ടും വിളിക്കും. ബാക്കി കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കാം. പറഞ്ഞു തീർന്നതും ഫോൺ ഡിസ്കണക്റ്റായി. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ദാസും ജോമോനും ഒരു നിമിഷം അന്താളിച്ചു നിന്നു. ദാസ് മനസ്സിൽ ആ ടിക്കറ്റ് നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞു. KW 527791. എന്താണ് ഇതൊക്കെ? എല്ലാം കേട്ടുനിന്ന ജോമോൻ ഭീതിയോടെ ദാസിനെ നോക്കി. തനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ ദാസ് തല കുലുക്കി. ഇനി വല്ല ലോട്ടറി കച്ചവടക്കാരന്റെയും പ്രേതം കൂടിയതായിരിക്കും ഇതിൽ? അല്ല, ലോട്ടറി നമ്പറൊക്കെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ജോമോൻ ദാസിനെ നോക്കി. എടാ, എന്തായാലും നമുക്ക് രാവിലെ ചെറായി വരെ ഒന്ന് പോവാം. അങ്ങനെ ഒരാൾ അവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ടോ എന്നും അവരുടെ കയ്യിൽ ഈ നമ്പറിലുള്ള ടിക്കറ്റ് ഉണ്ടോ എന്നും നമുക്ക് ആദ്യം തിരക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാം. ദാസ് പറഞ്ഞത് തന്നെയായിരുന്നു ജോമോന്റെയും അഭിപ്രായം. ശരി, തൽക്കാലം ഈ ഫോൺ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ലോട്ടറി കിട്ടിയ നാളെ രാത്രി 9 മണിക്ക് നമുക്കിവിടെ വീണ്ടും വരാം. ഇരുവരും അവിടെ നിന്നും പതിയെ ഇറങ്ങി. നേരം വെളുക്കാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു പിന്നെ. രാവിലെ 7 മണിയായപ്പോൾ ജോമോൻ ദാസിനെ തേടി വീട്ടിലെത്തി. അതിനു മുന്നേ രാവിലെ 7 മണി ജോമോൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമില്ല. കാരണം രാവിലെ 10 മണിക്ക് ശേഷമാണ് സാധാരണ അവൻ എഴുന്നേൽക്കാറുള്ളത്. ആഹാ, ജോമോൻ ചേട്ടനോ? എന്താ ഇത്ര രാവിലെ? വാതിൽ തുറന്നപ്പോൾ അപ്രതീക്ഷിതമായി ജോമോനെ മുന്നിൽ കണ്ടതും ദാസിന്റെ ഇളയ പെങ്ങൾ മീര അവനെ നോക്കി ചോദിച്ചു. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. ദാസ് എണീറ്റില്ലേ? എങ്ങോട്ടാ യാത്ര? വല്ല സിനിമാ സെറ്റിലേക്കും ആകുമല്ലേ? ഏയ്, സിനിമാ സെറ്റിലേക്കൊന്നുമല്ല. ഞങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. നീ കൂടുന്നോ? അയ്യോ ഇല്ല, നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ കൂടിയ ഗതി പിടിക്കില്ലെന്ന് ആർക്കാ അറിയാത്തെ? മിക്കവാറും നാളത്തോടെ കേരള സർക്കാർ ലോട്ടറി നിരോധിക്കും, നോക്കിക്കോ, മീര അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു.
എന്നിട്ട് തിരിഞ്ഞു മുറിക്കകത്തേക്ക് നോക്കി ദാസിനെ വിളിച്ചു. ഏട്ടാ, ഇപ്പൊ വരും കേട്ടോ. അല്ല, എങ്ങനെയാ കച്ചവടം? വണ്ടിയിലിരുന്നാണോ അതോ റോഡരികിലിരുന്നാണോ? പോയിരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്കടി, ജോമോൻ പറഞ്ഞു. പണ്ട് പഠിക്കാൻ വിട്ടപ്പോ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ലോട്ടറി കച്ചവടം നടത്തണമായിരുന്നോ ചേട്ടാ? നാളെയാണ്. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞ് വീടിനകത്തേക്ക് കയറി. ഹോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ചേട്ടന്മാരെയൊന്നും ഒരു ബഹുമാനവും ഇല്ല, ജോമോൻ ആത്മകഥം പോലെ പറഞ്ഞു. അമ്മേ, ദേ ചേട്ടനും ജോമോൻ ചേട്ടനും കൂടെ ലോട്ടറി കച്ചവടം നടത്താൻ പോവാണെന്ന്. വീടിനുള്ളിൽ മീര വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ടാണ് ദാസ് പുറത്തേക്ക് വന്നത്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവളോട് പറയാൻ പോന്നേ? വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. ഇങ്ങനെ വിളിച്ചു കൂവി അവള് നാട്ടുകാരെ അറിയിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇനി ലോട്ടറി കച്ചവടക്കാരനെന്ന പേരും കൂടിയേ വീഴാൻ ബാക്കിയുള്ളൂ. എന്നാ നമുക്ക് പോവാം. ജോമോൻ അവന്റെ ചേച്ചിയുടെ സ്കൂട്ടർ സംഘടിപ്പിച്ചാണ് വരവ്. ഇതിൽ പെട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? വഴിയിൽ കിടക്കുവോ? സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റിലേക്ക് ചൂണ്ടി ജോമോൻ പറഞ്ഞു. ഇത് ഇലക്ട്രിക് ആണെടാ. ഇരുവർക്കും ചായയുമായി മീര തിരികെ എത്തിയപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു. ചെറായിലേക്ക് സ്കൂട്ടർ പായിക്കുമ്പോൾ ഇരുവരുടെയും ഉദ്വേഗത്തിന് അതിരില്ലായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ടടിച്ചില്ല, ദാസ് പറഞ്ഞു. എടാ, കാരുണ്യ ലോട്ടറിയാണിത്. ശനിയാഴ്ചയാണ് നറുക്കെടുപ്പ്. 1ാം സമ്മാനം 80 ലക്ഷം രൂപ. ടാക്സും കമ്മീഷനും പിന്നെ സെസ്സും ഒക്കെ പോയാലും 55 ലക്ഷം നമുക്ക് കിട്ടും, ജോമോൻ ആവേശത്തോടെ പറഞ്ഞു. നിനക്കെങ്ങനെ അറിയാം? ഞാൻ നെറ്റിൽ നോക്കിയതാ, ജോമോൻ പറഞ്ഞു. ഹോ, ഒരു സിനിമ പിടിക്കാനുള്ള ക്യാഷ് ഇല്ല, ദാസ് വിഷമത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും കടലിന്റെ ഇരമ്പൽ കേട്ടു തുടങ്ങിയിരുന്നു. സ്കൂട്ടർ ഒതുക്കി വെച്ച് ഇരുവരും ഇറങ്ങി. പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ നോക്കാം, വാ. അല്ലേ ടിക്കറ്റ് ആമ്പിള്ളേര് കൊണ്ടുപോകും. ആ കടപ്പുറമാകെ 2 ആളും കൂടെ ലോട്ടറി വിൽക്കുന്ന വൃദ്ധയെ അന്വേഷിച്ചു. പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഇങ്ങും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള പല ലോട്ടറിക്കാരോടും അവർ വൃദ്ധയെപ്പറ്റി തിരക്കി. പക്ഷേ അങ്ങനെ ഒരു ലോട്ടറി കച്ചവടക്കാരിയെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല. അധികം പ്രായമുള്ളവരൊന്നും അവിടെ ലോട്ടറി വിൽക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. വെയിലിന്റെ ചൂട് കൂടിക്കൂടി വന്നു. ഉച്ചയായപ്പോഴേക്കും ബീച്ച് വിജനമായി. എടാ, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ ആരെങ്കിലും ചെയ്തതാവോ ഇത്? ജോമോൻ ദാസിനെ നോക്കി. അങ്ങനെ ഒരാളെ ഇവിടെ ആർക്കും അറിയില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടെ പോയി തിരക്കിയാലോ? ദാസ് പ്രതീക്ഷയേറ്റ് ജോമോനെ നോക്കി. വേറെ എവിടെ പോയി നോക്കാനാടാ? ജോമോന്റെ പ്രതീക്ഷയും മങ്ങിയിരുന്നു. നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുന്നേ അവരെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ആ പ്രതീക്ഷയും തീർന്നു. ദാസ് ആശയറ്റ് മണലിലേക്ക് കിടന്നു. എടാ, അവരെ കണ്ടുകിട്ടിയില്ലെങ്കിലും നമുക്ക് 1ാം സമ്മാനം അടിക്കുന്നത് ആ നമ്പറിന് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അതിനാണെങ്കിൽ ഇപ്പൊ എന്തോ സത്യമുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ വീട്ടിലേക്ക് പോവാം. നാളെയും നറുക്കെടുപ്പുണ്ടല്ലോ. ഫോണിൽ വിളിക്കുന്ന ആളോട് നാളെ അടിക്കാൻ പോകുന്ന ടിക്കറ്റിന്റെ നമ്പർ ചോദിക്കാം. നീ ടെൻഷൻ ആവണ്ട, ഞാൻ കുറെ വഴികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജോമൻ പറഞ്ഞതെല്ലാം കേട്ട് കത്തുന്ന സൂര്യനെ നോക്കി ദാസ് കിടന്നു. ശക്തമായ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവൻ കണ്ണൊന്നടച്ചു. കാറ്റിന്റെ കരുത്തിൽ മയക്കം അവനെ പതിയെ തലോടി. മുഖത്ത് ഒരു തണൽ വന്നു വീണപ്പോഴാണ് ദാസ് കണ്ണു തുറന്നത്. മുകളിലെ സൂര്യനെ മറച്ച് ആരോ മുന്നിൽ നിൽക്കുന്നു. ആ മുഖം വ്യക്തമാകാൻ അവൻ അല്പം സമയം വേണ്ടിവന്നു. ഇതുവരെ തങ്ങൾ അവിടെ കാണാത്ത പ്രായമുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരി മുന്നിൽ നിൽക്കുന്നു. ദാസ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അടുത്ത് കിടന്നു മയങ്ങുന്ന ജോമോനെയും അവൻ വിളിച്ചുണർത്തി. ഒരു ടിക്കറ്റ് എടുക്കുമോനെ? ഇരുവരും ആവേശത്തോടെ അവരുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റുകളിലേക്ക് നോക്കി. KW 527791. ഇരുവരും തിരഞ്ഞത് ഈ നമ്പറാണ്. 20ഓളം ലോട്ടറി ടിക്കറ്റുകൾ തിരഞ്ഞെങ്കിലും ആ നമ്പർ അവർക്ക് കണ്ടെത്താനായില്ല. KW 527791. എനിക്ക് ഈ നമ്പറാണ് വേണ്ടത്. അതിലുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ വിറ്റുപോയി കാണും, അവർ പറഞ്ഞു. അത് കേട്ടതും ഇരുവരുടെയും മുഖമിരുണ്ടു. വേറെ നമ്പർ വേണമെങ്കിൽ എടുത്തോ, അവർ പറഞ്ഞു. വേണ്ട, നമുക്ക് പോവാം, ജോമൻ ദാസിനെ നോക്കി പറഞ്ഞു. ഒരെണ്ണം എടുക്കുമോനെ? അവർ പിന്നാലെ വന്നെങ്കിലും ദാസും ജോമോനും അവരെ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഇപ്പൊ ഏതോ ഭാഗ്യവാന്റെ കയ്യിൽ ആ ടിക്കറ്റ് എത്തിയിട്ടുണ്ടാവും, ദാസു മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ആ വൃദ്ധ പിന്നിൽ നിന്നും അവരെ വിളിച്ചു. മോനെ. ഇരുവരും അവരെ തിരിഞ്ഞു നോക്കി. ഇത് പതിവുകാർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ച ടിക്കറ്റാണ്. ഇതിലുണ്ടോന്ന് നോക്കിക്കേ. ഒരു നിമിഷം ഇരുവരുടെയും മുഖത്ത് ഒരിക്കൽ കൂടി സൂര്യൻ ഉദിച്ചു.
അവരുടെ അരികിലേക്ക് ഓടിയെത്തിയ ദാസും ജോമോനും ആ ടിക്കറ്റുകളിലേക്ക് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ആദ്യം തന്നെ ഇരുന്നത് അവർ അന്വേഷിച്ചു നടന്ന ടിക്കറ്റായിരുന്നു. KW 5277791. ദാസ് ആ ടിക്കറ്റ് എടുത്തു. സന്തോഷം കൊണ്ട് അവന്റെ മനസ്സ് നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായാണ് അധ്വാനത്തിന് ഫലം കിട്ടിയതെന്ന് അവന് തോന്നി. എന്താ മക്കളെ നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം? 1ാം സമ്മാനം കിട്ടിയ അമ്മയെ മറക്കല്ലേ മക്കളെ? അവരുടെ സന്തോഷം കണ്ട വൃദ്ധ പറഞ്ഞു. ഇല്ല എന്റെ അമ്മച്ചി, അതും പറഞ്ഞ് ദാസ് അവരെ കെട്ടിപ്പിടിച്ചു. ഉച്ചതിരിഞ്ഞ് 3:30 ലോട്ടറി നറുക്കെടുപ്പ്. യൂട്യൂബിൽ ലൈവായി കാണാം. ഫോണിൽ അതും നോക്കിയിരുന്ന ദാസിന്റെയും ജോമോന്റെയും നെഞ്ചിടിപ്പിന് സെക്കൻഡുകളേക്കാൾ വേഗത കൂടുതലായിരുന്നു. എന്താടാ സമയം പോവാത്തത്? ദാസ് അരിശത്തോടെ ജോമോനെ നോക്കി. നീ ഒന്ന് സമാധാനിക്ക്, ഇത്രയും നേരം സഹിച്ചില്ലേ, ഇനി ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, ജോമോൻ പറഞ്ഞു. പക്ഷെ ദാസിന് തന്റെ ആകാംക്ഷ അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. എടാ, 1ാം സമ്മാനം അടിച്ചാലും ടിക്കറ്റ് മാറിക്കിട്ടാൻ എത്ര നാളെടുക്കും? അത്രയും നാൾ ആ ഷാജി എന്തു പറഞ്ഞു നിർത്തുന്ന ഞാനീ ആലോചിക്കുന്നെ. ദാസ് പറഞ്ഞത് കേട്ട് ജോമോൻ അവനെ ഒന്ന് നോക്കി. എടാ ദാസേ, ഇതിപ്പോ 1ാം സമ്മാനം അടിക്കുമെന്ന് ഉറപ്പിക്കാൻ വരട്ടെ, ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ ആരെങ്കിലും ചെയ്തതാണെങ്കിലോ? അതാ ഇപ്പോഴും എന്റെ സംശയം. സംശയം മാങ്ങാത്തൊലി. എടാ, അയാൾ നമ്മളോട് പറഞ്ഞ അതേ നമ്പർ തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നിനക്ക് വേണ്ടേ? ദാസ് ജോമോനെ നോക്കി പറഞ്ഞു. എടാ, അതൊക്കെ ശരി തന്നെ. ഇനി ആ വല്യമ്മയെങ്ങാനും അവരുടെ കയ്യിലെ ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി ഇത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതാണെങ്കിലോ? ജോമോൻ ദാസിനെ നോക്കി. ഒന്നും മിണ്ടാതിരിക്കടാ. ദേ, കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി 5 മിനിറ്റ് കൂടി. ബീച്ചിലെ തണൽമരത്തിന്റെ ചുവട്ടിൽ ചാരിയിരുന്ന് ഇരുവരും ഫോണിലേക്ക് കണ്ണു നട്ടു. 1ാം സമ്മാനം കിട്ടിയ നമ്പർ പതിയെ സ്ക്രീനിൽ തെളിഞ്ഞു. KW 5277791. ആ നമ്പർ സ്ക്രീനിൽ കണ്ടതും ഇരുവരുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അടിച്ചു മോനെ! ദാസ് ജോമോനെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് രണ്ടാളുടെയും കണ്ണു നിറഞ്ഞിരുന്നു. കടങ്ങൾ വീട്ടാനും എന്തെങ്കിലും ബിസിനസ് ചെയ്ത് മുന്നോട്ടു പോകാനുമുള്ള മാർഗമാണ് അവർക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. എടാ, ഇതെങ്ങനെയാ ക്യാഷ് ചെയ്യുന്നത്? എനിക്കറിയില്ലടാ. നമുക്കിത് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്താലോ? കയ്യിലിരുന്ന ലോട്ടറി നോക്കി ജോമോൻ പറഞ്ഞു. എന്നാ വാ, ഇവിടെ അധികം നേരം നിൽക്കണ്ട. എന്തായാലും SBIയിലെ ആ തെണ്ടിക്ക് കൊടുക്കണ്ട. ലോണിന്റെ തിരിച്ചടവിന് കുറച്ച് സമയം ചോദിച്ചപ്പോ പോയി പണി നോക്കാൻ നമ്മളോട് പറഞ്ഞവനാവൻ. നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ കൊടുക്കാം. നടക്കുന്നതിനിടയിൽ ലൈവ് ലോട്ടറി റിസൾട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി തങ്ങളുടെ ടിക്കറ്റിന് തന്നെയാണ് 1ാം സമ്മാനമെന്ന് ഇരുവരും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. എടാ, സന്തോഷത്തോടെ ഒരു രാത്രി ഒരുപാട് നാളുകൾക്ക് ശേഷമാ എന്റെ ജീവിതത്തിൽ. ഇന്നലെ വരെ ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. രാത്രി ആ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ദാസ് ജോമോനോട് പറഞ്ഞു. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ടടാ. ഇപ്പൊ നീ ലക്ഷപ്രഭുവാ. വേണേ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീടും വെച്ച് കിടക്കാനുള്ള പൈസ ഇപ്പൊ നിന്റെ കയ്യിലുണ്ട്. എന്റെ മാത്രമല്ലടാ, നമ്മുടെ. അങ്ങനെ പറ. പക്ഷേ ഇത് ക്യാഷ് ചെയ്തു വരാൻ കുറച്ച് സമയമെടുക്കുന്നാ കേട്ടെ. വരുമ്പോ വരട്ടെ. എന്തായാലും അതുവരെ കടക്കാരെയൊക്കെ നമുക്ക് ഇതും പറഞ്ഞു നിർത്താലോ. ഇനിയിപ്പോ പുതിയ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നിന്നെ തേടി വരും കേട്ടോ, ലോട്ടറി അടിച്ചു എന്ന് കേൾക്കുമ്പോ, ജോമോൻ പറഞ്ഞു. അതിനിത് വേറെ ആർക്കും അറിയില്ലല്ലോ. ഞാൻ അതല്ല ആലോചിക്കുന്നെ. എന്നാലും എന്നെ ആ ഫോണിൽ വിളിച്ചത് ആരായിരിക്കും? നാളത്തെ ദാസ് എന്നാണ് പറഞ്ഞത്. വിളിച്ചയാൾക്ക് എന്റെ അതേ ശബ്ദം. അതെ, അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. സാരമില്ല, ഇന്നും അയാൾ ആ സമയത്ത് വിളിക്കുമല്ലോ. നമുക്ക് അയാളോട് തന്നെ ചോദിക്കാം. പെട്ടെന്ന് ക്യാഷ് കിട്ടുന്ന എന്തേലും കൂടി ചോദിക്കാം, ജോമോൻ പറഞ്ഞു. ഒന്ന് പോടാ, ഇത് വല്ല കുരുക്കുവാകുമോന്നാ എന്റെ പേടി. ഇരുവരും തലേന്നത്തെ പോലെ തന്നെ തട്ടിൻപുറത്ത് കയറി പതുങ്ങിയിരുന്നു. 9 മണിയാവാനുള്ള കാത്തിരിപ്പിലാണ് അവർ. കൃത്യം 9 മണിയായപ്പോൾ ഫോൺ ശബ്ദിച്ചു. ദാസ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ഹലോ, നാളത്തെ ദാസാണ് ഞാൻ. നിനക്ക് ലോട്ടറി കിട്ടിയോ? കിട്ടി. അപ്പൊ സന്തോഷായില്ലേ? ഇനി നിന്റെ കടങ്ങളൊക്കെ വീട്ടാലോ? വീട്ടാം. പക്ഷേ നിങ്ങളാരാ? എവിടെ ഇരുന്നാ എന്നോട് സംസാരിക്കുന്നേ? ഒരു ദിവസം മുന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കാനാ? ഒറ്റ ശ്വാസത്തിൽ ഒന്നിലേറെ ചോദ്യങ്ങൾ ദാസ് ചോദിച്ചു. എല്ലാം വഴിയെ പറയാം. ഇനി എന്നും നമ്മൾ സംസാരിക്കാനുള്ളതല്ലേ. ഇപ്പോ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക്.
അയാൾ പറയുന്നത് കേൾക്കാൻ ദാസും ജോമോനും ചെവി കൂർപ്പിച്ചു. സഞ്ജു സാംസൺ 72 റൺസ് എടുക്കും. 38 പന്തിൽ ബുംറ ആകും മാൻ ഓഫ് ദി മാച്ച്. 4 ഓവറിൽ 18 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുക്കും. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. 176 റൺസ് എടുക്കും. 20 ഓവറിൽ ഇന്ത്യയുടെ 6 വിക്കറ്റ് നഷ്ടമാവും. പാകിസ്ഥാൻ 122 റൺസിന് 18 ഓവറിൽ ഓൾ ഔട്ടാവും. നാളെ നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ കളിയുടെ റിസൾട്ടാണിത്. പോയി ഏതേലും ബെറ്റിംഗ് ആപ്പിൽ ഇത് വെച്ച് ബെറ്റ് വെക്ക്. അടുത്ത നിമിഷം ഫോൺ കട്ടായി. എടാ, ഇത് വെറും ലോട്ടറി അല്ല, സൂപ്പർ ലോട്ടോ ആണ്, ബമ്പർ. ഓരോ ബെറ്റിംഗ് ആപ്പിൽ കോടികളാ സമ്മാനം കൊടുക്കുന്നത്. എന്റെ കോടീശ്വരാ. ജോമോൻ ദാസിനെ കെട്ടിപ്പിടിച്ചു. വരാൻ പോകുന്ന വിപത്തുകൾ അറിയാതെ അവർ രണ്ടാളും അതിയായി സന്തോഷിച്ചു. നേരം വെളുക്കാൻ രണ്ടാളും കാത്തുനിന്നില്ല. എല്ലാ ബെറ്റിംഗ് ആപ്പുകളും ഇരുവരും ഫോണിൽ ഡൗൺലോഡ് ചെയ്തു. ചില ആപ്പുകളിലൊക്കെ കോടികളാണ് സമ്മാനത്തുക പറഞ്ഞിരുന്നത്. എടാ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ പലതും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടവയാണ്. ഇവിടെ ക്യാഷ് കിട്ടുന്ന ആപ്പുകൾ മാത്രം നോക്കിയാൽ മതി. രണ്ടുപേരും ചേർന്ന് അങ്ങനെയുള്ള 4 ആപ്പുകൾ കണ്ടെത്തി. പല കോൺടെസ്റ്റുകളിലായി അവർ ബെറ്റുകൾ വെച്ചു. ഇതിലെല്ലാത്തിലും നമ്മൾ ജയിച്ചാൽ നാളെ ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് 3.5 കോടിയോളം രൂപ നിന്റെ അക്കൗണ്ടിലെത്തും, ജോമോൻ പറഞ്ഞു. എടാ, ഒറ്റയടിക്ക് അത്രയും പൈസ അക്കൗണ്ടിൽ വന്ന ആളുകൾ സംശയിക്കുവോ? ഇൻകം ടാക്സുകാർ എന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോവോ? ദാസനെന്തോ ഒരു ഭയം തോന്നി തുടങ്ങിയിരുന്നു. എടാ, ഇതൊക്കെ ലീഗലി ഓക്കെയാണ്. പിന്നെ നമ്മളൊരു കോൺടെസ്റ്റിൽ പങ്കെടുത്ത് ജയിച്ചിട്ടല്ലേ ക്യാഷ് കിട്ടുന്നത്. അതുമാത്രമല്ല, ടാക്സ് പിടിച്ചതിന് ശേഷമുള്ള തുകയാണ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്, ജോമോൻ പറഞ്ഞു. അപ്പോ പേടിക്കാനില്ല അല്ലേ? ദാസ് ആശ്വാസത്തോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, പക്ഷേ ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാതെ നമ്മൾ നോക്കണം. ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടിയേക്കാം. ജോമോൻ ആ പറഞ്ഞത് ശരിയാണെന്ന് ദാസനും തോന്നി. പിറ്റേന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചത്. നഗരമധ്യത്തിൽ ഒരുക്കിയ കൂറ്റൻ സ്ക്രീനിന് മുന്നിൽ 100 കണക്കിന് ആളുകൾ കളി കാണാൻ വേണ്ടി വന്നിരുന്നു. അവർക്കിടയിലേക്ക് ദാസും ജോമോനും വന്നു. ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി. പല സ്പോർട്സ് പേജുകളും പ്രവചനങ്ങൾ നടത്തിയിരുന്നു. ആർക്ക് ടോസ് കിട്ടും? ആദ്യ ബാറ്റ് ചെയ്യുന്ന ടീം എത്ര റൺസ് സ്കോർ ചെയ്യും? സഞ്ജു ഉൾപ്പെടെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ എത്ര റൺസ് നേടും? അങ്ങനെ പലതും. ടോസ് ഇട്ടപ്പോഴേ കളി തങ്ങൾക്കറിയാവുന്നതുപോലെ നീങ്ങുന്നത് കണ്ട ദാസും ജോമോനും ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് കളി കണ്ടു തുടങ്ങിയത്. തുടക്കത്തിലെ അഭിഷേക് ശർമ്മ 0-ന് പുറത്താകുമെന്ന് അവർക്കറിയാമായിരുന്നു. തൊട്ടടുത്തിരുന്ന ഒരു പയ്യൻ അഭിഷേക് ശർമ്മ 50 റൺസിൽ കൂടുതൽ സ്കോർ ചെയ്യുമെന്ന് പറഞ്ഞ് മറ്റൊരാളോട് ബെറ്റ് വെക്കുന്നത് കണ്ടപ്പോൾ ദാസും ജോമോനും ഉള്ളിൽ ചിരിച്ചു. കാര്യങ്ങൾ പ്രവചനം പോലെ നടന്നു. അഭിഷേക് ശർമ്മ 0-ന് പുറത്തായി. തന്റെ അരികിലിരുന്ന പയ്യന്റെ വിഷമം കണ്ടപ്പോൾ ജോമോന് ചിരി വന്നു. ജോമോന്റെ കളിയാക്കിയുള്ള ആ മുഖഭാവം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല. മുന്നോട്ട് കളിയിൽ നടന്ന പല കാര്യത്തിനും അവൻ മറ്റുള്ളവരുമായി ബെറ്റ് വെച്ചു. ആദ്യ ബാറ്റിംഗ് അവസാനിച്ചപ്പോഴേക്കും അവൻ കയ്യിലുള്ള പൈസ മുഴുവൻ കളഞ്ഞിരുന്നു. കൂടെയുള്ളവരൊക്കെ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അവന്റെ അവസ്ഥ കണ്ട് ജോമോൻ അവനോട് പറഞ്ഞു, ഡാ, കളിയിൽ ഇന്ത്യ ജയിക്കും. മാൻ ഓഫ് ദി മാച്ച് ബ്രൂമയായിരിക്കും. ബുംറ 4 വിക്കറ്റ് എടുക്കും. അത്രയും ഒരു ആവേശത്തിന്റെ പുറത്ത് അവനോട് പറഞ്ഞതിന് ശേഷമാണ് പറയേണ്ടിയിരുന്നില്ല എന്നവന് തോന്നിയത്. ദാസ് ജോമോനെ രൂക്ഷമായി നോക്കി. കുഴപ്പമില്ലെന്ന് ജോമോൻ അവനെ നോക്കി കണ്ണിറുക്കി. ജോമോൻ പറഞ്ഞത് കേട്ടെങ്കിലും ആ പയ്യൻ അത് കാര്യമായി എടുത്തില്ല. ജോമോനെ മൈൻഡ് ചെയ്തതുപോലുമില്ല. ദാസ് പതിയെ അവിടെ നിന്ന് എണീറ്റു. അവന്റെ കൂടെ ജോമോനും അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തു വന്നതും ദാസിന്റെ മുഖം മാറി. ദേ, ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. നീ എന്തിനാടാ കണ്ണിൽ കണ്ടവനോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോന്നേ? എടാ, അത് പിന്നെ ആ പയ്യനെ കണ്ടപ്പോ എനിക്ക് കഷ്ടം തോന്നി. എത്ര പൈസ അവൻ കളഞ്ഞെന്നറിയോ? എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. എടാ, ആൾക്കാർക്ക് സംശയം തോന്നിയാ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും, ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പതിയെ വീട്ടിലേക്ക് പോകാം, ദാസ് പറഞ്ഞു. പോകാം, എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, ജോമോൻ ദാസിനോട് പറഞ്ഞു. ഇരുവരും അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. നല്ല ചൂട് ചപ്പാത്തിയും ചിക്കൻ വറുത്തതും കിട്ടുന്ന ഹോട്ടലാണത്. രണ്ടാളും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫുഡ് കൊടുക്കണം, ജോമോൻ ദാസിനോട് പറഞ്ഞു. ഇടയ്ക്ക് ദാസ് ഫോണിൽ സ്കോർ നോക്കുന്നുണ്ടായിരുന്നു.
എല്ലാം ഓക്കെ അല്ലേ? ജോമോൻ തിരക്കി. അതും ബുംറ ഒരു രക്ഷയുമില്ല, 4 വിക്കറ്റായി, ദാസ് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് അവിചാരിതമായി കുറച്ചു മുന്നേ കണ്ട പയ്യൻ എതിരെ വരുന്നത്. അവനെ കണ്ടതും ജോമോനും ദാസും ഒന്ന് പരിങ്ങി അവനെ മൈൻഡ് ചെയ്യാതെ ഇരുവരും അവനെ കടന്ന് അപ്പുറത്തേക്ക് നടന്നു. ആ പയ്യൻ ജോമോനെ തന്നെയാണ് നോക്കിയിരുന്നത്. അവർ അവനെ കടന്നു പോയതും അവൻ ജോമോനെ പിന്നിൽ നിന്നും വിളിച്ചു. ചേട്ടാ, ഒന്ന് നിൽക്കുവോ? ഒരു നിമിഷം ദാസും ജോമോനും പരസ്പരം നോക്കി. ചേട്ടാ, നിന്നെ! ആ പയ്യൻ ജോമോന്റെ അടുത്തേക്ക് ഓടി വന്നു. ജോമോൻ അവനെ നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചു. എന്താ, ബുംറ 4 വിക്കറ്റ് എടുക്കുമെന്ന് ചേട്ടനെങ്ങനെയാ മനസ്സിലായത്? അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവനു മുന്നിൽ ഒരു നിമിഷം ജോമോൻ നിന്ന് പരിങ്ങി. പെട്ടെന്ന് ദാസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് എടാ, ഇവൻ വലിയ ബുംറ ഫാനാ. എല്ലാ കളിയിലും ഇവൻ ഇത് തന്നെയാ പറയാറ്. ഇതെങ്ങനെയോ ശരിയായെന്നേ ഉള്ളൂ. ആ അതെ, ജോമോനും ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് ഇരുവരും തിരികെ നടന്നു. പക്ഷേ അവർ കൊടുത്ത മറുപടിയിൽ ആ പയ്യൻ അത്ര തൃപ്തനായിരുന്നില്ല. നാളെ അക്കൗണ്ടിൽ വരാൻ പോകുന്നത് കോടികളാണ്. നമുക്ക് ജീവിക്കാൻ ഇത് ധാരാളമാണ്. ഇനി ആ ഫോൺ നമ്മൾ എടുക്കണം. ജോമോന്റെ ചോദ്യം കേട്ട് ദാസ് നെറ്റി ചുളിച്ചു. അതല്ലടാ, ഇതിലിനി എന്തെങ്കിലും വള്ളിയുണ്ടാവോ? ഇത്രയും ക്യാഷ് നമുക്ക് തന്നിട്ട് നമ്മളെ കൊണ്ട് ആ വിളിക്കുന്ന ആൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടാവോ? ജോമോന്റെ ചോദ്യത്തിന് ദാസിന് ഉത്തരമില്ലായിരുന്നു. അപ്പൊ നീ പറയുന്നത് ഇന്നവിടെ പോവണ്ട എന്നാണോ? ദാസ് ജോമോനെ നോക്കി. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നേ. അല്പനേരം ആലോചിച്ചിട്ട് ദാസ് പറഞ്ഞു. ഇല്ലടാ, എനിക്ക് പോണം. നമുക്ക് ഇതുവരെ അയാൾ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിനു പകരമായി അയാൾക്കൊരു സഹായം നമ്മളോട് ചോദിച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കുകയും വേണം. അതും പറഞ്ഞ് ദാസ് അവിടേക്ക് ഇറങ്ങി നടന്നു. ഒന്നാലോചിച്ച് ജോമോനും അവനു പിന്നാലെ നടന്നു. അവിടെ എത്തുമ്പോൾ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഓടിയെത്തിയ ദാസ് പെട്ടെന്ന് റിസീവർ എടുത്തു. ഹലോ ഹലോ, ഞാൻ ദാസാണ്. അപ്പുറത്തു നിന്നും പ്രതികരണമില്ലാതെ വന്നപ്പോൾ ദാസ് ഭയന്നു. ഹലോ, കേൾക്കുന്നില്ലേ? അപ്പോൾ തന്റെ തന്നെ ശബ്ദത്തിൽ അപ്പുറത്തു നിന്നും ഒരു തേങ്ങൽ കേട്ടു. നാളത്തെ ദാസ്. അവൻ കരയുകയാണ്. ഹലോ, എന്താ? നിനക്കെന്തു പറ്റി? ദാസ് ഉദ്വേഗത്തോടെ ചോദിച്ചു. കരച്ചിലടക്കാൻ പറ്റാതെ മറുപുറത്തു നിന്നും നാളത്തെ ദാസ് പറഞ്ഞു. എന്റെ അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. ഒരു നിമിഷം അവൻ പറഞ്ഞത് ഞെട്ടലോടെയാണ് ദാസ് കേട്ടത്. സാരമില്ല, മരണത്തെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. നീ വിഷമിക്കാതിരിക്കെ. എന്റെ അച്ഛന്റെ മരണത്തെ തടുക്കാൻ എനിക്കായില്ല. പക്ഷേ നിന്റെ അച്ഛന്റെ മരണത്തെ തടുക്കാൻ നിനക്കാകും. നാളെ നിന്റെ അച്ഛനും മരിക്കും. ആ മരണം ഒഴിവാക്കണമെങ്കിൽ അച്ഛനെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ നീ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ കരയുന്നത് പോലെ നാളെ ഈ നേരം നീയും കരയും. പോയി അച്ഛനെ രക്ഷിക്കേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അടുത്ത നിമിഷം ഫോൺ കട്ടായി. ദാസ് വിറങ്ങലിച്ച് നിന്നു. എല്ലാം കേട്ട് ജോമോനും ഭയന്ന് നിൽക്കുകയായിരുന്നു. എടാ, നമുക്കിപ്പം തന്നെ അച്ഛനെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാലോ? എന്തു പറഞ്ഞു കൊണ്ടുപോകും? ദാസ് സംശയത്തോടെ ചോദിച്ചു. എന്തെങ്കിലും കള്ളം പറയാം. നാളെ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയാൽ അച്ഛൻ രക്ഷപ്പെടുമെന്ന് അവൻ ഉറപ്പ് പറഞ്ഞതല്ലേ. അപ്പൊ പേടിക്കാനൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ചെക്കപ്പ് വല്ലതുമാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊണ്ടുപോവാം. അത് ഞാൻ ഏറ്റു.